ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന BBC ഡോക്യുമെന്ററി പരമ്പരയുടെ രണ്ടാം ഭാഗം ഇന്ന് പുറത്തിറങ്ങും. രാജ്യത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഡോക്യുമെന്ററി ലഭ്യമാകാത്ത വിധം കേന്ദ്രം വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പരമ്പരയുടെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങുന്നത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടായിരുന്നുവെന്നും വംശഹത്യയിൽ കുറ്റവാളിയാണെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇതിന് വ്യക്തമായ രേഖകളുണ്ടെന്നും വെളിപ്പെടുത്തിയാണ് BBCയുടെ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പരമ്പരയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഡോക്യുമെന്ററിയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. പക്ഷപാതപരമായും കൊളോണിയൽ മാനസികാവസ്ഥയിലും തയ്യാറാക്കപ്പെട്ടതാണ് ഡോക്യുമെന്ററിയെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. രാജ്യത്ത് BBCയുടെ സൈറ്റിലോ യൂട്യൂബിലോ പോലും സംപ്രേഷണം ചെയ്യാനാകാത്ത വിധം പരമ്പരയ്ക്ക് കേന്ദ്ര സർക്കാർ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തു. അതേസമയം വിവാദ വിഷയങ്ങളിൽ നിലപാടറിയിക്കാൻ ഇന്ത്യൻ സർക്കാരിന് അവസരം നൽകിയിരുന്നുവെന്നും എന്നാൽ സർക്കാർ പ്രതികരിച്ചില്ലെന്നുമായിരുന്നു BBCയുടെ വിശദീകരണം. വിശദമായ ഗവേഷണം നടത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. BJP നേതാക്കളുടെ അടക്കം അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും BBC വ്യക്തമാക്കി. വിവാദങ്ങൾ പുകയുന്നതിനിടെയാണ് പരമ്പരയുടെ രണ്ടാം ഭാഗം പുറത്തിറക്കുന്നത്. എന്നാൽ ഇതിനും ഇന്ത്യയിൽ സംപ്രേഷണ വിലക്കുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. അതേസമയം BBC ഡോക്യുമെന്ററി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡോക്യുമെന്ററിയുടെ ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം ഇന്ന് രാത്രി 9 മണിക്ക് JNU ക്യാമ്പസിൽ പ്രദർശിപ്പിക്കാനാണ് വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. എന്നാൽ പ്രദർശനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നും പരിപാടി റദ്ദാക്കണമെന്നും സർവകലാശാല അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് DYFIയും ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്.